കാലിക്കറ്റ് വിസിയെ തടഞ്ഞുവെച്ച് SFI നേരത്തെ റദ്ദ് ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് SFIയുടെ പ്രതിഷേധം. അരുൺ അമൃതനാഥ് ഉണ്ട്. അരുൺ, ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു, ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടെ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. അത് നീണ്ടുപോകുന്നതിനെതിരെയാണോ പ്രതിഷേധം? ഇപ്പോഴും വിസിയെ തടഞ്ഞുവെച്ചിരിക്കുകയാണോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലറെ തടഞ്ഞുവെച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്, ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുപ്പ് നടന്നതിൽ ബാലറ്റ് പേപ്പർ നൽകിയതുൾപ്പെടെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. അരുൺ അമൃതനാഥ് ഉണ്ട്. അരുൺ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? വിസിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോഴും SFI? അക്ഷയ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഘർഷം അവിടെ അരങ്ങേറിയിരുന്നു. അതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കുറച്ചു ദിവസത്തേക്ക് അടയ്ക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുണ്ടായ ഒരു തീരുമാനം ഉണ്ടായത്. ആ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, അത് ഉടനെ പ്രഖ്യാപിക്കണമെന്നും ഒപ്പം തന്നെ UDSFലെ നേതാക്കൾക്കെതിരെ കേസ് എടുക്കണമെന്നും അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഈ ഒരു ഉപരോധത്തിലേക്ക് കടന്നത്. ആദ്യം വിസിയുടെ ചേംബറിനകത്ത് ഈ 4 നേതാക്കൾ പ്രവേശിച്ചു, പുറത്ത് കുറച്ച് പ്രവർത്തകരും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും അവർ അവിടെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. പോലീസിനെ വിവരം അറിയിച്ചു, പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. അപ്പോൾ ഇതിലൊരു തീരുമാനമായതിനു ശേഷം പുറത്തു പോകാമെന്നാണ് SFI എന്തായാലും പറഞ്ഞത്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് SFI UDSF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ചട്ടപ്രകാരമല്ലാതെ ഉള്ള ഒരു ആരോപണം MSF ഉന്നയിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഒരു സംഘർഷം ഇതിനകത്ത് നടക്കുകയായിരുന്നു. ഇരു കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിച്ചായിരുന്നു മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി ഉടനടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ SFI ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വിസിയെ ഉപരോധിക്കുന്നതിലേക്ക് SFI കടന്നിട്ടുമുള്ളത്. അക്ഷയ.